ഹായ് ഫ്രണ്ട്സ്, പാപ്പയാണ്. അപ്പം നമ്മളേ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വലയെല്ലാം കുടഞ്ഞു കേട്ടോ. വല മുങ്ങി വന്ന് കലത്തിൻ്റെ അടിയിൽ പൊങ്ങിയ കാല പിടിച്ചോണ്ട് വല. അപ്പം നമ്മുടെ വലയെല്ലാം നമ്മൾ കുടഞ്ഞു കേട്ടോ. നമ്മളില്ല, അതൊരു വലിയ മാവായിരുന്നു. ആ മാവിനാണ് നമ്മൾ പണിതത്. അപ്പോൾ അതിൻ്റെ മീനാണ് നമ്മളിത് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീൻ കച്ചവടം. അപ്പോൾ നമുക്ക് ആ മീനൊന്ന് പൊക്കി ഇങ്ങോട്ട് വെക്കാം. രാവിലെ അപ്പം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മഴയത്തും വെയിലത്തും പോവരുതേ നാടിന്റെ വെട്ടം കളയരുതേ. നമ്മളെ മീൻ ഇതാണ്. പൈക്കാച്ചിട്ടാപ്പാ നമ്മുടെ മീൻ 1 2 3 4 ചേർമീൻ. വാളയെന്ന് പറയാനായിട്ട് ഇതേ ഉള്ളൂ, വലിയ വാള കേട്ടോ. ബാക്കി ചെറുതാണ്. ഒരു വാഹയുണ്ട്. അപ്പം വാഹ നമ്മുടെയൊക്കെ ജീവനോടെ ചോദിച്ചവരുണ്ട് കേട്ടോ. അപ്പം വാഹ നമ്മുടെയൊക്കെ ജീവനോട് ചോദിക്കുന്നത് നമ്മൾ വലയെന്ന് നമുക്ക് കിട്ടുമ്പം തന്നെ നമുക്ക് ചത്ത കിട്ടുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ നിന്ന് ജീവനോടെ കിട്ടിയാലും നമുക്ക് വള്ളത്തെ, അതായത് വള്ളത്തെ ഈ സ്പേസ് ഇത്ര സ്ഥലത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് ആ വാഹനം ഇട്ടാലും ചത്തുപോകും നമ്മൾ വള്ളാത്തുള്ളിൽ ചെല്ലുന്നുണ്ട്. പിന്നെ അത്ര ഉഷാറുള്ളവൻ മാത്രമേ കിടക്കത്തുള്ളൂ. അപ്പം വാഹ ചോദിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം എന്നെ വിളിച്ച് ചോദിക്കാറുമുണ്ട്. അപ്പം ഈ വാഹ ഇന്ന് കിട്ടിയിട്ട് നമ്മളെ വിളിച്ചില്ലല്ലോ, നിങ്ങൾ അവിടെ കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം എന്തോ ഓയിൽ ഒഴിക്കണം അല്ലേ? നമ്മുടെ ഇഞ്ചിനകത്ത് ഓയിൽ ലീക്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ഇന്നിപ്പോൾ ഒഴിക്കണം. അതുകൂടാതെ വാഹയുടെ കാര്യം അതാ കേട്ടോ. ചത്തു പോണ കൊണ്ടാണ് നിങ്ങളെ വിളിക്കാത്തത്. അപ്പം നമ്മൾ മറന്നുപോയതല്ല, വാഹ ജീവനമുള്ളപ്പം വിളിക്കുന്നതായിരിക്കും. പിന്നെ ആ ഓയിലൊന്നും ഒഴിച്ചിട്ട് ഓയിൽ ലീക്കാകുന്നു. എന്നാ പറ്റിയെന്നറിയാൻ മേല. എൻ്റെ പായ്ക്കാൻ പോയതാണോ എന്താണെന്നറിയാൻ മേല. ഞാൻ ഇന്നലെ അല്ല അപ്പോൾ ഇന്നലെ ഞാൻ ഒഴിച്ചത്. അതുകൂടാതെ നമ്മളെ റെജാൻ്റെ അവിടെ തരാനായിട്ട് ഇനി ഒരുപാട് സമയമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പം നമ്മുടെ ആ സ്ഥലത്തില്ല, നമ്മുടെ ചെറിയ കലം, നമ്മുടെ ചെറിയ കലത്ത് കുറച്ച് വള്ളത്തിൽ കിടക്കും. കരിമീൻ വള്ളത്തിൽ ഇടത്തരം. വലുതെന്ന് പറയാനായിട്ട് 1 2 അങ്ങോട്ട് ഉള്ളു കേട്ടോ. ബാക്കി ഇടത്തരമാണ്. പിന്നെ നമ്മുടെ മീൻ അതാണ്. ആ വാളയൊന്ന് മയങ്ങി വെച്ച് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എടുത്ത് കാണിച്ചു തരാം. അഥവാ ഒന്ന് ചാടിപ്പോയാൽ പുറത്ത് പോയാൽ നമുക്ക് ബുദ്ധിമുട്ട്. ആ എവിടെയാണ്? എന്നെ കൊറേ കാലമല്ലോ കണ്ടിട്ട്. നമ്മളെ സഹായി ശങ്കര അടുപ്പിച്ച് കെട്ടിയിരിക്കുവാടാ. ഞാൻ ഫ്രണ്ട് കെട്ടിയില്ല. നല്ല അടിപൊളിയായിട്ട് നീ പിരിച്ചേ. ഞാൻ ഇന്ന് വേറെ മീശ പിരിച്ച് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പിരിച്ച് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പിരിക്കത്തില്ല. ഞാൻ പിരിച്ചിലൊക്കെ 10-15 വർഷത്തിന് മുന്നേ പിരിച്ചാണ് താത്തിയതാ. ഇല്ലില്ല, കാറ്റത്ത് പറന്നു പോയപ്പോ മറ്റേ ഇതൊന്നും നോക്കിയാണ്. ഉണ്ട്.
കട്ടിയില്ലല്ലോ അല്ലേ? 4 മണിയാകും കറക്റ്റ്. റജിയമ്മോ കണ്ടു ആളെ വേറെ ഒന്നുമില്ല. ഞാൻ പള്ളക്കുണ്ടോ അപ്പൊ ചാച്ചി എന്തോ ആ എന്തേ ആര് പറഞ്ഞു? രണ്ട് വാ അപ്പാ ഇതാ ഞങ്ങളുടെ മുതലാളി കേട്ടോ. മുതലാളി ചായയിട്ടോണ്ട് പറഞ്ഞു തൂളിക്കളത്തിൽ കയറി അടിച്ചിരിക്കുകയാണ് രജാണ്ണ. ഞാൻ ആലോചിക്കും. ആലോചിക്കാവില്ല, അണ്ണൻ പെറുക്കി പെറുക്കി അങ്ങ് വെച്ച് തൂക്കുക എന്നുള്ള. ഞങ്ങൾ തിരിഞ്ഞു വെച്ച് അണ്ണനെ തിരിയാൻ വല്ല ഉണ്ടാക്കി കഴിഞ്ഞ് അണ്ണൻ തിരിഞ്ഞോണം. ഞങ്ങൾക്ക് ഞങ്ങൾ തിരിഞ്ഞു വെച്ചു. അതെ, ഇനി റജിയണ്ണന്റെ ആണ് ബാക്കി ഊഴം. അങ്ങോട്ട് വേണോ പറഞ്ഞു? ഇത് വേറെ വേണം തരാം. നമുക്കിത് മതി. ഓക്കെ, നന്നായി വരട്ടെ. 5.5 കിലോ ചേർമീൻ. ചേർമീൻ 5.5. 5.5 കിലോ ചേർമീൻ. കരിമീൻ എല്ലാവർക്കും 100 രൂപ കരിമീൻ. പിന്നെ അതിനെല്ലാം എടുത്തിട്ട് അല്ലാതെ നടക്കണം. പിന്നെ എന്തുമാത്രം ഒന്നും ഞാൻ 150 രൂപ 200 രൂപ 560 കറക്റ്റ് 200 80. ഇതെല്ലാം പറയുന്നതെല്ലാം കൃത്യോ കറക്റ്റ് കണക്കാണ്. അടിച്ചു പൊടിച്ച് പഠിച്ചു വെച്ചിരിക്കുക. അത് കറക്റ്റാ, അത് കറക്റ്റാ കേട്ടോ, അത് കറക്റ്റാ. 1.200 അല്ല 10 ഗ്രാമാണ്. ഇത് 1.600 എഴുതി അണ്ണൻ. ഇനി എന്നതിന് ഇല്ലാത്ത പങ്ക് തീർത്തലക്ക്. അത് നമുക്ക് ആ കാര്യത്തിലൊക്കെ രജയണ്ണോട് വലിയ സന്തോഷമാണ്. ഇല്ലാത്തപ്പോ തീർത്തലക്കുക. 50 ഗ്രാം കുറവാണെങ്കിൽ അണ്ണൻ അത് മേക്കപ്പ് ചെയ്ത് അണ്ണൻ മുന്നോട്ട് പോകുന്നുണ്ട്. 4 രൂപ 2 വാള. അത് രണ്ടാക്കുമ്പോൾ എത്ര വരും? അതാണ് എന്റെ ബിസിനസ്. 4 രൂപ കിടക്കട്ടെ. 4 രൂപ തന്നെ കിടക്കണം. കാരണം അത് ഒരു 30 കേട്ടോ, സത്യം പറയാം, അതൊരു 30 ഗ്രാമേ ഉള്ളു കൂടുതൽ. കൂടി അപ്പനങ്ങളെ ഒരു കൈ പിടിച്ചോ. ജി 15.5 തൂളി 15.5. ഏത് കോളേജിലാണ് പഠിച്ചത്? 200 ഗ്രാം ഉണ്ട്. 700 അടുത്തുണ്ട്. ചാത്തി തൂക്കിയാ നമ്മള് 1.5 കിലോ തൂക്കിയതല്ലേ? ഒരു കിറ്റ് തരണം. ഇത് 1.5 കിലോ കേട്ടോ. 1.5 കിലോ ഒരു കിളിക്കൂടുണ്ട്. തൂളി 5.5 കരിമീൻ. 100 രൂപയുടെ കരിമീൻ ഉണ്ടല്ലോ അണ്ണ? അതെ അതെ, കരിമീൻ 100. പുറത്ത് പറയാൻ ഒരാഴ്ച കൊണ്ട് പറയും. ചമ്പക്കുളത്തെ അപ്പാ ചേർമീൻ എത്രയായിരുന്നു തൂക്കി? 5 കിലോ 5.5 കിലോ. ചെറുവാള 1.200, വാള 4 കിലോ. അപ്പാ നമ്മളെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? കട്ടൻ വെള്ളം. കട്ടൻ വെള്ളം പണിയും കഴിഞ്ഞ് വരാൻ നേരത്ത് ഉള്ളാസ് കരിഞ്ചായ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ സന്തോഷം അതാ. അപ്പൊ എന്നാ അപ്പം കറിക്കെടുത്ത് കട്ടൻ പരല് പരല്ല ടേസ്റ്റുള്ള മീനാ അപ്പം കൊണ്ടുപോകണം. എന്നിട്ട് കട്ടൻ പരലെന്ന് പേര് കേട്ടാ. തത്തുമ്മ എടുത്തത് കണ്ണൊക്കെ എന്നെ ചോന്നായിരുന്നു.
എടാ എന്റെ ഈ ഒരു കണ്ണ് വയ്യടാ. ഈ രണ്ട് കണ്ണിൽ ഈ കണ്ണല്ലേ ചുമപ്പ് കൂടുതൽ. അത് രണ്ടു ദിവസമായി. പക്ഷെ എന്തോ കൊണ്ടതാന്ന് തോന്നുന്നു. പക്ഷെ കൊണ്ടായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. എന്നെ എല്ലാം കൂടെ പൊടിഞ്ഞിടാം. പല മോന്മാരും കുറഞ്ഞു ദൈവം പോലെ കൊണ്ട പറയാം. ഒരെണ്ണത്തിനെ പോലും കളയരുത് തോന്നുന്നു. മൊത്തം ഒരെണ്ണത്തിനെ പോലും വിടരുത് തോന്നുന്നു. ജീവൻ അത്ര നേരം വെട്ടിക്കൊണ്ടിരുന്ന ശങ്കർ ബ്രോയ് ആണ് അത്ര നേരം വെട്ടിക്കൊണ്ടിരുന്നത്. ആ കടലിന്റെ സമയമാകുമ്പോ കൃത്യ സമയത്ത് അരുവി എടുത്തോണ്ട് ഒറ്റ വിള. ശവിക്കത്തൊന്നുമില്ല ശങ്കറിന്. നമ്മളിത് ഇല്ല. അത് അത്രയും തൂളി നോക്കിയേ കാണിച്ച നമ്മൾ ഇത്രയും തൂളി നമ്മുടെ വള്ളത്തിലേക്ക് നമ്മൾ മറിച്ചിടാന്ന് തൂളി ഇഷ്ടം പോലെ ആയിട്ട് നമുക്ക് തോന്നും. ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് കാഴ്ച തോന്നും. പക്ഷെ അത് 450 രൂപയുടെ മുതലാണ് ഈ കൊട്ടക്കാതിരിക്കുന്നത്. അല്ല പരസ്യമായിട്ട് പറയാതിരിക്കാൻ പറ്റുമോ? 450 രൂപയുടെ മുതലാണ്. പിന്നെ നമ്മള് ഇങ്ങനെ ഓട എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ കേട്ടോ ഈ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ റോഡയിലൊക്കെ വരുമ്പോൾ നമ്മൾ 100 രൂപ പ്രകാരമാണ് ഇപ്പം കറിക്ക് കിലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ല എല്ലാവരും കേട്ടോ. കാരണം അത് ഇതിപ്പോൾ എല്ലാവരും പറയാം അങ്ങനെ അത്രയും വിലക്കാണോ കൊടുക്കുന്നത് വേറെ വിലയെന്ന് പറഞ്ഞാൽ ആരും ഇല്ല. പിന്നെ നാളെ തൊട്ട് രചെണ്ണം 10 രൂപ വീതം കൂടുതൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെയാണ്. നമ്മളിപ്പം റജേൻ്റെ അവിടെ മീനൊക്കെ കൊടുത്തു അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ.